സൈബർ വേൾഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഒരു ഇൻ്റർനെറ്റ് കണക്ഷനും ഒരു കമ്പ്യൂട്ടറും ഉണ്ടെങ്കിൽ വീട്ടിലിരുന്നു കൊണ്ട് തന്നെ ഒരു ലാബ് സെറ്റപ്പ് ചെയ്ത് എങ്ങനെ എത്തിക്കൽ ഹാക്കിംഗ് പഠിക്കാമെന്നാണ് ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത്. നമ്മൾ ലാബ് സെറ്റപ്പ് ചെയ്യാൻ പോകുന്ന ഈ ഒരു PC കുറച്ച് മിനിമം റിക്വയർമെൻ്റ് ഉണ്ട്. വിർച്വലൈസേഷൻ ടെക്നോളജി സപ്പോർട്ട് ചെയ്യുന്ന കമ്പ്യൂട്ടർ ആയിരിക്കണം. ഡുവൽ കോറോ അതിൽ കൂടുതലായിട്ടുള്ളൊരു പ്രോസസ്സർ വേണം. മിനിമം 8GB റാം വേണം. നമ്മൾ വിർച്വലൈസേഷൻ ടെക്നോളജി ഉപയോഗിക്കുന്നുണ്ട്. നമ്മൾ വിർച്വൽ മെഷീൻസിനെല്ലാം ഹാർഡ്വെയർ അസൈൻ ചെയ്ത് കൊടുക്കണം. അപ്പോൾ മിനിമം ഒരു 8GB എങ്കിലും വേണം. 250GB മിനിമം ഹാർഡ് ഡിസ്ക് സ്പേസ് വേണം. അപ്പോൾ നമുക്കിനി ലാബ് സെറ്റപ്പ് ചെയ്യുന്നത് എങ്ങനെയാണ്, എന്തൊക്കെ സോഫ്റ്റ്വെയർസ് വേണമെന്ന് നോക്കാം. ലാബ് സെറ്റപ്പ് ചെയ്യാനായിട്ട് എന്തൊക്കെ സോഫ്റ്റ്വെയർസും OSും വേണമെന്ന് നമുക്കിനി നോക്കാം. ഈ ഒരു ലാബ് സെറ്റപ്പ് ചെയ്യുന്നത് വിർച്വൽ ബോക്സ് വെച്ചാണ്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഈ ട്യൂട്ടോറിയൽ ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളും ഈ ഒരു വിർച്വൽ ബോക്സ് ഡൗൺലോഡ് ചെയ്യുക. ഞാൻ യൂസ് ചെയ്യുന്ന ഹാക്കിംഗ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറയുന്ന കാലി ലിനക്സ് ആണ്. അപ്പോൾ നമ്മൾ വിർച്വൽ ബോക്സിൽ ചെയ്യുന്നതുകൊണ്ട് നമുക്ക് ISO ഇമേജ് ഡൗൺലോഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഡൗൺലോഡ്സിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് വിർച്വൽ ബോക്സിനുള്ള OVA അതായത് വിർച്വൽ ഹാർഡ് ഡിസ്ക് ഡൗൺലോഡ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഈ ഒരു സൈറ്റിലേക്ക് പോയി അതിൻ്റെ ഹാർഡ് ഡിസ്ക് ഡൗൺലോഡ് ചെയ്യുക. ഇപ്പോൾ ഡിസ്ട്രോനെറ്റ് എന്ന് പറയുന്ന ഈ ഒരു സൈറ്റിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് കാലി ലിനക്സോ പാരച്ചെക്ക് OSോ ഒന്നും ഇൻസ്റ്റാൾ ചെയ്യാതെ തന്നെ നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാൻ പറ്റും. നമുക്കിനി വേണ്ടത് ഹാക്ക് ചെയ്ത് പഠിക്കാനായിട്ടുള്ളൊരു മെഷീനാണ്. അതിന് ഞാൻ ഉപയോഗിക്കുന്ന Metasploitable 2 ആണ് യൂസ് ചെയ്യുന്നത്. റാപ്പിഡ് 7 എന്ന് പറയുന്ന ഈ ഒരു കമ്പനിയാണ് ഈ ഒരു ബോക്സ് ഇറക്കിയിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു കമ്പനി തന്നെയാണ് Metasploit എന്ന് പറയുന്ന ഒരു ടൂള് ഇറക്കിയിട്ടുള്ളത്. അപ്പോൾ അടുത്തൊരു നമ്മുടെ ഈ ഒരു Metasploitable 2 എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യാം, വിർച്വൽ ബോക്സിനകത്ത് എങ്ങനെ കാലി ലിനക്സ് ഇൻസ്റ്റാൾ ചെയ്യാം നമുക്ക് നോക്കാം. നമ്മൾ ഈ ഒരു ബിഗിനർ ലെവലിലാണ് ഇപ്പോൾ ഇത് നോക്കുന്നത്. അത് കഴിഞ്ഞ് നിങ്ങൾക്ക് അഡ്വാൻസ്ഡ് ലെവലിലേക്ക് പോകാൻ നേരത്ത് വേറെ ബോക്സുകൾ ഡൗൺലോഡ് ചെയ്യാൻ കിട്ടുന്നതാണ്. ഹബ് എന്ന് പറയുന്ന ഈ ഒരു സൈറ്റിൽ പോയി കഴിഞ്ഞാൽ ഒത്തിരി ബോക്സുകൾ അവൈലബിൾ ആണ് ഹാക്ക് ചെയ്ത് പഠിക്കാനായിട്ടുള്ളത്. ഇപ്പോൾ ഇച്ചിരി ഇൻ്റർമീഡിയറ്റ് ലെവൽ ട്യൂട്ടോറിയലാണ്. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ ഞാനത് കാണിച്ചു തരാം, ഇതിനകത്തുള്ള ബോക്സ് എങ്ങനെയൊക്കെയാണ് ഹാക്ക് ചെയ്യുന്നത് എന്നുള്ളത്. അപ്പോൾ നമുക്കിനി എങ്ങനെയാണ് വിർച്വൽ ബോക്സിനകത്ത് ഈ ഒരു കാലി ലിനക്സും Metasploitable 2ഉം കോൺഫിഗർ ചെയ്തെടുക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നിങ്ങളെല്ലാവരും വിർച്വൽ ബോക്സ് ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്തെന്ന് വിചാരിക്കുന്നു. അടുത്ത് കാലി ലിനക്സിൻ്റെ ബോക്സ് നമ്മൾ വിർച്വൽ ബോക്സിനകത്തോട്ട് ആക്കണം. അപ്പോൾ നമ്മൾ ഡൗൺലോഡ് ഫോൾഡറിൽ പോയിട്ട് ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് വിർച്വൽ ബോക്സിനകത്തോട്ട് ഇമ്പോർട്ട് ആവുന്നതാണ്. ഇമ്പോർട്ട് കൊടുക്കുക. ഈ സെറ്റിങ്സ് എല്ലാം അതേപോലെ തന്നെ കിടക്കട്ടെ. ഇമ്പോർട്ട് കൊടുത്തേക്കുക. അപ്പോൾ ഇച്ചിരി ടൈം എടുക്കും. അപ്പോൾ അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യുക. ഓക്കെ, ഇപ്പോൾ കാലി ലിനക്സ് നമ്മുടെ ഈ ഒരു ബോക്സിനകത്ത് വിർച്വൽ ബോക്സിനകത്തോട്ട് ആഡ് ആയിട്ടുണ്ട്. നമുക്കിനി അടുത്ത് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ Metasploitable ആഡ് ചെയ്യുക എന്നുള്ളതാണ്. Metasploitable 2
വിർച്വൽ ബോക്സിൽ ഇൻസ്റ്റാൾ ചെയ്യണ ഇച്ചിരി വ്യത്യാസമുണ്ട്. അപ്പോൾ വിർച്വൽ ബോക്സ് ഓപ്പൺ ആക്കുക, അതിനകത്ത് ന്യൂ കൊടുക്കുക, ന്യൂവിനകത്ത് നമ്മൾ മെഷീൻ്റെ പേര് കൊടുക്കുക. അതിനുശേഷം ടൈപ്പ് വിൻഡോസ് മാറ്റി ലിനക്സ് കൊടുക്കുക, എന്നിട്ട് നെക്സ്റ്റ് കൊടുക്കുക. നമുക്കൊരു 512 MB റാം മതിയാവും ഈ ഒരു ബോക്സിന് വർക്ക് ചെയ്യാനായിട്ട്. നെക്സ്റ്റ് കൊടുക്കുക. അതിനുശേഷം എക്സിസ്റ്റിംഗ് ഹാർഡ് ഡിസ്ക് കൊടുക്കുക, എന്നിട്ട് സെലക്ട് ചെയ്യുക, ആഡ് കൊടുക്കുക. അതിനകത്ത് നമ്മൾ ഡൗൺലോഡ് ചെയ്ത് എക്സ്ട്രാക്ട് ചെയ്ത ഫോൾഡറിലേക്ക് നാവിഗേറ്റ് ചെയ്യുക. അതിനുശേഷം സെലക്ട് ചെയ്ത് കൊടുക്കുക, എന്നിട്ട് ചൂസ് കൊടുക്കുക, ക്രിയേറ്റ് ചെയ്യുക. ഇപ്പോൾ ബോക്സുകൾ രണ്ടും ആയിട്ടുണ്ട്. നമ്മൾ ഹാക്കിംഗ് മെഷീനും മെറ്റസ്പ്ലോയിറ്റബിളും ആയിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് ചേഞ്ചസ് വരുത്താനുണ്ട്. നെറ്റ്വർക്കിനകത്ത് കുറച്ച് ചേഞ്ചസ് വരുത്താനുണ്ട്. അപ്പോൾ നേരെ ഏത് ബോക്സിനാണോ മാറ്റാനുള്ളത് അത് സെലക്ട് ചെയ്യുക. എന്നിട്ട് അതിൻ്റെ സെറ്റിങ്സിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു മെഷീൻ്റെ ചേഞ്ചസ് വരുത്താനായിട്ട് സാധിക്കുന്നതാണ്. അതിൽ സിസ്റ്റത്തിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് റാമിൻ്റെ ഇത് മാറ്റാം. ഇപ്പം കാലി ലിനക്സ് ഞാൻ 2 GB ആണ് കൊടുത്തേക്കുന്നത്. അതുപോലെ നമുക്ക് ഇതിനകത്ത് ഓരോ സെറ്റിങ്സിനകത്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് സെറ്റിങ്സ് മാറ്റാനായിട്ട് സാധിക്കും. ഇതാണ് നമ്മുടെ ലാബിൻ്റെ ഒരു സെറ്റപ്പ് എന്ന് പറയുന്നത്. വിൻഡോസ് 10, എൻ്റെ മെഷീൻ വിൻഡോസ് 10 ആണ്. അതിനകത്ത് വിർച്വൽ ബോക്സ്, അതിനകത്ത് കാലി ലിനക്സും മെറ്റസ്പ്ലോയിറ്റബിളും നാറ്റ് നെറ്റ്വർക്ക് യൂസ് ചെയ്തിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ വിൻഡോസ് 10 ആയിരിക്കും ഈ നെറ്റ്വർക്കിനകത്തേക്കുള്ള റൗട്ടറായിട്ട് വർക്ക് ചെയ്യുന്നത്. ഇത് നമ്മുടെ സാധാ റൗട്ടർ, അതിൽ നേരെ ഇൻ്റർനെറ്റ് കണക്ഷനാണ്. അപ്പോൾ വിർച്വൽ ബോക്സിനകത്ത് ഇനി നെറ്റ്വർക്ക് നമുക്ക് സെറ്റ് ചെയ്യണം. അതിന് ഫയലിൽ പോവുക, അതിനുശേഷം പ്രിഫറൻസിൽ പോവുക, അതിൽ നെറ്റ്വർക്കിൽ വരിക, നെറ്റ്വർക്ക് ആഡ് ചെയ്യുക. അതിൽ ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ നെറ്റ്വർക്ക് റീനെയിം ചെയ്യാനായിട്ട് സാധിക്കും. ഞാനിപ്പോൾ ഇത് നെറ്റ്വർക്ക് എന്ന് തന്നെയാണ് ഇട്ടേക്കുന്നത്. ഓക്കെ കൊടുക്കുക. അതിനുശേഷം ഈ രണ്ട് കാലി ലിനക്സിലും മെറ്റസ്പ്ലോയിറ്റബിളിലും നമുക്ക് നെറ്റ്വർക്ക് മാറ്റി കൊടുക്കേണ്ടതായിട്ടുണ്ട്. നാറ്റ് നെറ്റ്വർക്കിനകത്തേക്ക് ആക്കണം. അപ്പോൾ നെറ്റ്വർക്കിനകത്ത് വന്നതിന് ശേഷം സെലക്ട് ചെയ്യുക, നാറ്റ് നെറ്റ്വർക്ക് സെലക്ട് ചെയ്യുക. അപ്പോൾ നമ്മളിവിടെ നാറ്റ് നെറ്റ്വർക്ക് വന്നിട്ടുണ്ട്. ഓക്കെ കൊടുക്കുക. അതുപോലെ തന്നെ മെറ്റസ്പ്ലോയിറ്റബിളിന് മാറ്റി കൊടുക്കുക, നാറ്റ് നെറ്റ്വർക്ക് ആക്കുക. ഓക്കെ കൊടുക്കുക. ഇനിയിപ്പോൾ നമുക്ക് ഈ രണ്ട് ബോക്സും ഓപ്പൺ ആക്കാം. ഇപ്പോൾ കാലി ലിനക്സ് ഓപ്പൺ ആയിരിക്കുകയാണ്. അപ്പോൾ കാലി ലിനക്സിൻ്റെ ഡിഫോൾട്ട് പാസ്വേഡ് എന്ന് പറയുന്നതും യൂസർ നെയിം എന്ന് പറയുന്നതും കാലി എന്നാണ്. അപ്പോൾ കാലി എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ കാലി ലിനക്സ് ഓപ്പൺ ആവും. അടുത്ത് നമുക്ക് മെറ്റസ്പ്ലോയിറ്റബിൾ നോക്കണം. അപ്പോൾ അതിൻ്റെ ഡിഫോൾട്ട് ലോഗിൻ എന്ന് പറയുന്നത് MSF admin എന്നാണ്. MSF admin തന്നെയാണ് അതിൻ്റെ യൂസർ നെയിമും.
അപ്പോൾ നമ്മൾ 2 ബോക്സിനകത്ത് ലോഗിൻ ആയിട്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഇനി ഇതിൻ്റെ പാസ്വേഡ് അറിയണം. മെറ്റസ്പ്ലോയിറ്റബിളിൻ്റെ പാസ്വേഡ് ഒന്ന് അറിയാൻ അതിൻ്റെ IP അഡ്രസ്സ് അറിയണം. അതിന് ifconfig എന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ IP അഡ്രസ്സ് അറിയാൻ പറ്റും. എനിക്ക് നമുക്ക് നേരെ കൺട്രോൾ പ്രസ് ചെയ്താൽ നമ്മളെ മൗസ് തിരിച്ചിട്ട് കാലി ലിനക്സിനകത്ത് വന്നിട്ട് nmap വെച്ച് ജസ്റ്റ് ഒന്ന് സ്കാൻ ചെയ്ത് നോക്കാൻ പോവുകയാണ്. അപ്പോൾ sudo എന്ന് ടൈപ്പ് ചെയ്യുക. നമ്മളിപ്പോൾ ജസ്റ്റ് അഡ്മിൻ അക്കൗണ്ടിലാണ് നിൽക്കുന്നത്. നമുക്ക് സൂപ്പർ യൂസർ അക്കൗണ്ട് ആഡ് ചെയ്യണം. അത് അടുത്ത വീഡിയോയിൽ ഞാൻ കാണിച്ചു തരുന്നതാണ്. അപ്പോൾ ജസ്റ്റ് ഒരു nmap റൺ ചെയ്ത് ഇതിനകത്ത് എന്തൊക്കെ സർവീസാണ് നടക്കുന്നതെന്ന് നോക്കാൻ പോവുകയാണ്. nmap എന്ന് പറയുന്ന ഒരു നെറ്റ്വർക്ക് മാപ്പിംഗ് ടൂളാണ്. ഇതിൻ്റെ IP അഡ്രസ്സ് കൊടുക്കുകയാണ് 2.6 നമ്പർ ലോക്ക് കിടക്കുമായിരുന്നു 10.0.2.6 എന്ന് പറയുന്നതാണ് IP അഡ്രസ്സ്. ജസ്റ്റ് ഒരു സ്കാൻ നടത്താൻ പോവുകയാണ്. ഓക്കെ, കാലി ലിനക്സ് എത്ര പെട്ടെന്നാണ് ഇതിലെ ഓപ്പൺ ആയിട്ടുള്ള പോർട്ടുകളും വൾനറബിലിറ്റി എല്ലാം കണ്ടുപിടിച്ചിരിക്കുന്നത്. ഒത്തിരി സർവീസസ് കണ്ടുപിടിച്ചിട്ടുണ്ട്. ഈ സർവീസസിനെയൊക്കെയാണ് നമ്മളിനി ഹാക്ക് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ നെറ്റ്വർക്ക് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കണക്റ്റ് ആയിട്ടുണ്ട്. മാക് അഡ്രസ്സ് ഒറാക്കിൾ വിർച്വൽബോക്സ് മാക് അഡ്രസ്സ് കാണാം. എന്തൊക്കെ സർവീസസ് ആണ് ഇതിൽ നടക്കുന്നതെന്ന് അറിയാൻ പറ്റും. ഈ മെറ്റസ്പ്ലോയിറ്റബിളിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിതിനകത്ത് വെബ് ആപ്ലിക്കേഷൻ ഹാക്കിങ്ങും പഠിക്കാൻ പറ്റും. അപ്പോൾ നല്ലൊരു ബോക്സാണ് ഇത്. ജസ്റ്റ് ഞാനിതൊന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ഇതിനകത്ത് പോർട്ട് 80 ഓപ്പൺ ആണ്. HTTP പോർട്ട്, അതായത് വെബ് ആപ്ലിക്കേഷൻ റൺ ചെയ്യുന്നുണ്ട്. അപ്പോൾ ജസ്റ്റ് നമ്മൾ നേരെ ബ്രൗസർ എടുത്തിട്ട് ഈ ഒരു സൈറ്റിലേക്ക് പോവുകയാണെങ്കിൽ നമുക്ക് അതിൻ്റെ വെബ് ഇൻ്റർഫേസ് കാണാൻ പറ്റും. IP അഡ്രസ്സ് ടൈപ്പ് ചെയ്ത് കൊടുക്കുകയാണ് 10.0.2.6 കണ്ടില്ലേ. അപ്പോൾ ഇതിനകത്തൊരു വെബ് ആപ്ലിക്കേഷൻ റണ്ണിങ് ആണ്. DVWA അങ്ങനെ ഒത്തിരി wiki PHP ID അതിൻ്റെ സെറ്റിങ്സ് ആണ്. മെറ്റലിൻ്റെ ഇതൊക്കെ നമുക്ക് വെബ് ആപ്ലിക്കേഷൻ ഹാക്ക് ചെയ്ത് പഠിക്കാനുള്ള ഓപ്ഷൻസ് ആണ്. അപ്പോൾ ഇതെല്ലാം ഞാൻ അടുത്ത വീഡിയോയിൽ നിങ്ങൾക്ക് കാണിച്ചു തരുന്നതായിരിക്കും. ഈ ഒരു ബോക്സ് എങ്ങനെ എക്സ്പ്ലോയിറ്റ് ചെയ്യാം, എങ്ങനെ ഹാക്ക് ചെയ്യാം എന്നുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജിൽ നിങ്ങൾക്ക് മെസ്സേജ് ചെയ്യാവുന്നതാണ്. അതോടൊപ്പം തന്നെ കമൻസിലും എൻ്റെ അടുത്ത് നിങ്ങൾക്ക് ഡൗട്ട്സ് ഒക്കെ ചോദിക്കാവുന്നതാണ്. ഞാൻ കമൻസൊക്കെ കാണുന്ന അനുസരിച്ച് തന്നെ നിങ്ങൾക്ക് പെട്ടെന്ന് റിപ്ലൈ തരുന്നതാണ്. അപ്പോൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ഉടൻ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതിനായിട്ട് ആ ബെൽ ഐക്കണും കൂടെ എനേബിൾ ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ സ്റ്റേ ട്യൂൺഡ്.